ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നു. ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടാണ് ഉണ്ടാവുക. ഹരിയാനയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിലാകുന്നത് ഇപ്പോൾ പരിഗണനയിലാണ് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 3-4 ദിവസമായൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ ഡൽഹിയിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലേക്കൊരു തീരുമാനം എടുത്തിരുന്നത്. കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതോ മണ്ഡലത്തിൽ അവരെ മത്സരിപ്പിക്കണമെന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം പിന്നീട് എടുക്കുമെന്നാണ് നേതാക്കൾ ഇപ്പോൾ അനൗദ്യോഗികമായൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നേരത്തെ തന്നെ ചില സൂചനകൾ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ബന്ധുവായ ബബിതയ്ക്കെതിരെ ധാബരി മണ്ഡലത്തിൽ തന്നെ അവർ മത്സരിച്ചേക്കുമെന്ന ചില സൂചനകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ ഹരിയാനയിലെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊക്കെ ഈ വിനേഷ് ഫോഗട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുകയാണ് എങ്കിൽ അത് കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെ പ്രധാനമായിട്ടുള്ള നിരീക്ഷണം. ഒപ്പം തന്നെ ഇക്കാര്യം മുതിർന്ന നേതാക്കൾ വിനേഷ് ഫോഗട്ടുമായി സംസാരിച്ചിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് വൈകിട്ടും AICCയിൽ ഹരിയാനയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കളുടെ യോഗം ചേരും. ഒരുപക്ഷെ ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഈ മണ്ഡലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നീട് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നൊക്കെ വിനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ കർഷകരുടെ പ്രതിഷേധത്തിലും സമ്മേളനത്തിലുമൊക്കെ അവർ പങ്കെടുക്കുകയും വളരെ വ്യക്തമായി തന്നെ അവരുടെ നിലപാട് വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമെന്നൊക്കെയുള്ള ചില സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കോൺഗ്രസ് വിനേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമായത്. ഇനി ഏത് മണ്ഡലത്തിലാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എസ് കെ. വിനീത വിജയ്.